വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സ്മൈൽ വിത്ത് ജോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ചപ്പാത്തിക്കും നൂൽപുട്ടിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള വെജിറ്റബിൾ മപ്പാസ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാവുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഈ മപ്പാസിന് വേണ്ടിയിട്ട് വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്യാനായിട്ട് വെച്ചിരിക്കുവാണ്. കുറച്ച് ബീൻസ്, ക്യാരറ്റ്, ക്യാബേജ്, പിന്നെ 3 ഉരുളക്കിഴങ്ങ്, 3 സവോള, പിന്നെ ഈ ഒരു അളവിൽ ഇഞ്ചിയും പിന്നെ ഒരു 5 വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ ഗ്രീൻ പീസും പിന്നെ ഒരു ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഹൈബ്രിഡ് ടൊമാറ്റോ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം കൂടുതൽ പുളിപ്പായിട്ടുണ്ടെങ്കിൽ കറിയുടെ ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ ഈ കുക്കറിലാണ് ഇവിടെ ഞാൻ മപ്പാസ് ഉണ്ടാക്കിയെടുക്കുന്നത്. ആവശ്യത്തിനുള്ള എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് ചൂടായ ശേഷം വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മൂത്ത് വന്ന ശേഷം ഇതിനാവശ്യമായിട്ടുള്ള സവാള ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം 2 പച്ചമുളകും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് വഴണ്ടി കിട്ടാനായിട്ട് 1 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് ഇളക്കി കൊടുക്കുന്നത്. ഈ സവാള ഒരുപാട് അങ്ങ് ഫ്രൈ ആക്കിയിട്ടേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഒന്ന് വെന്ത് കിട്ടുന്ന ഒരു അവസ്ഥയിലെത്തിയാൽ മതി. അപ്പോൾ ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഗരം മസാല ഒരു 1.5 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം പട്ട, ഗ്രാമ്പൂ അങ്ങനെയൊന്നും ആഡ് ചെയ്ത് കൊടുക്കാത്തത് കൊണ്ടാണ് 1.5 ടീസ്പൂൺ എന്നുള്ള അളവിലെടുത്തേക്കുന്നത്. പിന്നെ ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ്. 1 ടീസ്പൂൺ നിറയെ മല്ലിപ്പൊടി ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഈ ഒരു മല്ലിപ്പൊടിയും ഗരം മസാലയൊക്കെയാണ് ടേസ്റ്റ് കൂട്ടുന്നത്. പിന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. അത് 1 ടീസ്പൂൺ എന്നുള്ള അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പൊടിയുടെ എല്ലാം ഒന്ന് പച്ചമണം മാറിക്കിട്ടാനായിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് ഇളക്കി കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ മസാലപ്പൊടി എല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് ഇപ്പോൾ നേരത്തെ കാണിച്ച ഉരുളക്കിഴങ്ങ്, തക്കാളി, ക്യാബേജ്, ബീൻസ്, ക്യാരറ്റ് അങ്ങനെയെല്ലാം നമുക്ക് കട്ട് ചെയ്ത ശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഗ്രീൻ പീസ് ഞാൻ ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. കാരണം ചുടുവെള്ളത്തിൽ ഒരു 10 മിനിറ്റ് ഇട്ട് കൊടുത്ത ശേഷം അത് വെന്ത് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് വേവിച്ച ശേഷമാണ് ഗ്രീൻ പീസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള 1.5 ഗ്ലാസ് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. സവോള വഴറ്റി നേരം 1 ടീസ്പൂൺ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ 1 ടീസ്പൂണും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം പുതിന ഇലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുക്കർ അടച്ച് വെച്ച് 2 വിസിൽ വന്ന ശേഷം തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് പട്ടാണി ഒന്ന് വെന്ത് വരാനായിട്ട് നല്ല തിളച്ച വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഈ മപ്പാസിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് തേങ്ങാപ്പാലാണ്. അപ്പോൾ ഈ നാളികേരം മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് വെന്ത് കഴിഞ്ഞു. ഇനി ചെറുതായിട്ടൊന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതൊരു ഓപ്ഷനിലാണ്. കാരണം മപ്പാസ് നല്ല തിക്ക് കൺസിസ്റ്റൻസിയിൽ വരണം എന്നുണ്ടെങ്കിൽ മാത്രം ഇതുപോലെ സ്മാഷ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ സ്മാഷ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒത്തിരി ഒന്നും നമ്മൾ സ്മാഷ് ചെയ്ത് കൊടുക്കരുത്. ചെറുതായിട്ട് സ്മാഷ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇങ്ങനെ സ്മാഷ് ചെയ്ത് കൊടുത്ത ശേഷമാണ് നമ്മൾ ഗ്രീൻ പീസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2ാം പാലാണ്. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് തിളച്ച് വരണം. പിന്നെ ഈ തേങ്ങാപ്പാൽ തയ്യാറാക്കാനുള്ള ടൈമില്ല എന്നുണ്ടെങ്കിൽ ഫ്രഷ് ക്രീമും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതും ഇതിൻ്റെ സെയിം ടേസ്റ്റ് തന്നെ വരും. പക്ഷേ ഒന്നുകൂടി ചൂടാക്കി കൊടുക്കേണ്ടിയൊക്കെ വരുവാണെങ്കിൽ ഇപ്പോൾ ഫ്രിഡ്ജിൽ നിന്നൊക്കെ വെച്ചിട്ട് ഇപ്പോൾ നല്ല തണുപ്പായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്നുകൂടി ചൂടാക്കി കൊടുക്കുന്ന സമയത്ത് ആ ഒരു ക്രീമി ആയിട്ട് കിട്ടില്ല. അപ്പോൾ നമ്മൾ ഒന്നുകൂടി ഈ ഒരു ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം ഒന്ന് തിളച്ച ശേഷം 1ാം പാൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഒരുപാട് നേരം തിളക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. ഒന്ന് ചൂടായി വന്ന ശേഷം കുരുമുളക് പൊടി ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം ഇട്ട് കൊടുക്കുകയാണ്.
അങ്ങനെ നമ്മുടെ വെജിറ്റബിൾ മപ്പാസ് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.